Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Assistant Professor in Commerce, Kerala PSC. ഡെയിലി മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ മൊഡ്യൂൾ നമ്പർ 5 അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗിലെ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് നമുക്കതിൽ സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ദെൻ റീസൺസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ദെൻ സ്യൂട്ടബിലിറ്റി, എങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് സ്യൂട്ടബിൾ ആവുക, ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ്, ദെൻ ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം മെയിൻലി 2 ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ്. നമ്പർ 1 ഡിറക്ട് കോസ്റ്റ്, നമ്പർ 2 ഇൻഡിറക്ട് കോസ്റ്റ്. സോ ഇൻഡിറക്റ്റിനെയാണ് നമ്മൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മള് ഇൻ ദി കേസ് ഓഫ് ട്രഡീഷണൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന ഡിറക്ട് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ അതിന്റെ അപ്പോർഷൻമെന്റോ അതിന്റെ മറ്റ് ഡീറ്റെയിൽസോ നമ്മൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് വരാറില്ല. നേരെ മറിച്ച് ഇൻ ദി കേസ് ഓഫ് ഇൻഡിറക്ട് എക്സ്പെൻസസ്, നമ്മൾ ഓവർഹെഡ്സ് എന്ന് പറയുന്ന ഇൻഡിറക്ട് എക്സ്പെൻസസിനെ അപ്പോർഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. സോ ട്രഡീഷണൽ കൺസെപ്റ്റ് നമ്മൾ ചെയ്യാറ് ഓൾറെഡി ഒരു സ്ഥാപനത്തില് ഓവർഹെഡ്സ് ഉണ്ടാവുമ്പോൾ നമ്മള് ഏതൊക്കെയാണ് ഒരു സ്ഥാപനത്തിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. സോ ആ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിന്റെ ബേസിലാണ് നമ്മൾ തീരുമാനിക്കുക ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ഓവർഹെഡ്സ് വന്നിട്ടുള്ളത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സ്ഥാപനത്തില് A ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, B ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദെൻ നമുക്ക് ടോട്ടൽ ആയിട്ട് വന്നിട്ടുള്ള ഓവർഹെഡ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ദെൻ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എ ആവട്ടെ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എ, ഇവിടെ നമുക്ക് ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 5,000 ആണ് എന്ന് വരിക. ദെൻ ഇൻ ദി കേസ് ഓഫ് പ്രോഡക്റ്റ് ബി അത് 50,000 ആണ്. സോ നമ്മള് ട്രഡീഷണൽ അപ്രോച്ചിൽ എന്താണ് ചെയ്യാറ്, ഈ ഓവർഹെഡ് എമൗണ്ടിനെ നമ്മള് ഈ പറയുന്ന 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എയും ബിയും. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എക്ക് 5,000 യൂണിറ്റും ദെൻ ഇവിടെ ബിക്ക് 50,000 യൂണിറ്റ് ആണ്. സോ നമ്മൾ ഇതിനെ യൂണിറ്റിന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബിയിലാണ്, ബി ഡിപ്പാർട്ട്മെന്റിലാണ്. സോ ദി മോസ്റ്റ് പോർഷൻ ഓഫ് ദിസ് ഓവർഹെഡ് എവിടേക്കാണ് നമുക്ക് അപ്പോർഷൻ ചെയ്ത് പോവുക? സാധാരണ ട്രഡീഷണൽ അപ്രോച്ചില് പ്രോഡക്റ്റ് ബിയിലോട്ടാണ് സാധാരണ ഏറ്റവും കൂടുതൽ പോവുക. ബിക്കോസ് ട്രഡീഷണൽ അപ്രോച്ചില് ഏറ്റവും കൂടുതൽ എവിടെയാണോ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അതിന്റെ ബേസിലാണ് നമ്മൾ ഓവർഹെഡിനെ അപ്പോർഷൻ ചെയ്യുന്നത്. നാച്ചുറലി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എയില് ഈ പറയുന്ന ഓവർഹെഡിന്റെ അലോക്കേഷൻ കുറവായിരിക്കും, അപ്പോർഷൻമെന്റ് കുറവായിരിക്കും, ബിയിലായിരിക്കും കൂടുതൽ വരാം. ബട്ട് പലപ്പോഴും റിയാലിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഓർഗനൈസേഷനില് ഈ പറയുന്ന ഓവർഹെഡ് ഇൻഡിറക്ട് എക്സ്പെൻസസ് വരാൻ പല കാരണങ്ങളുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിന്റെ കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റില് ഓവർഹെഡ്സ് വരാനുള്ള കാരണം പല ആക്ടിവിറ്റീസ് നടക്കുമ്പോഴാണ് അവിടെ ഓവർഹെഡ്സ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻസ്പെക്ഷൻ, നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്താണ്. സോ എത്ര ടൈംസ് അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയോ അത്രത്തോളം അവിടെ ഓവർഹെഡ്സ് വരും. നമ്പർ 1. നമ്പർ 2, ഇപ്പൊ സെറ്റപ്പ് ടൈം, ഇവിടെ മെഷീൻസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന അങ്ങനത്തെ ആക്ടിവിറ്റി സെറ്റപ്പിന് വേണ്ടിയിട്ട്, മെഷീന്റെ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ എത്രത്തോളം എമൗണ്ട് വരുന്നത് അത് ഓവർഹെഡിന്റെ കീഴിലോട്ട് വരും, വേറൊരു ആക്ടിവിറ്റി ആണ്. സോ ഒരു 10 പ്രാവശ്യം ആണ് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ അപ്പോർഷൻ ചെയ്ത സമയത്ത് പറഞ്ഞത്
ഇൻസ്പെക്ഷൻ നമ്മൾ ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആക്ടിവിറ്റിയിൽ പറയണാണ് എന്താണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി, അതിലൂടെ വരുന്ന ഓവർഹെഡ് ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ 10,000 ആണ് ഓവർഹെഡ് വന്നിട്ടുള്ളത്. ഇൻസ്പെക്ഷന്റെ കേസ് നോക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് എയില് നമുക്ക് ഒരു 20 പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടത്തേണ്ടതായിട്ട് വന്നു. നമ്പർ 20 ടൈംസ് 20 പ്രാവശ്യം നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെന്റ് ബിയിലാണെങ്കിൽ ആകെ കൂടി 8 ടൈംസ് മാത്രമേ നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നോക്കുന്ന സമയത്ത് ഓവർഹെഡ് വന്നിട്ടുള്ള എന്താണ് 10,000 ആണ്. ബട്ട് നമ്മള് ട്രഡീഷണൽ അപ്രോച്ചിൽ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, ഈ 10,000-നെ ഏറ്റവും കൂടുതൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ബട്ട് അത് ശരിക്കും എന്തല്ല, ആക്യുറേറ്റ് അല്ല. കാരണം ആക്ച്വലി ആക്ടിവിറ്റി എവിടെയാണോ വരുന്നത്, എവിടെയാണോ ആക്ടിവിറ്റി ഉണ്ടാവുന്നത്, അവിടെയാണ് കൂടുതൽ ആക്ടിവിറ്റി എവിടെയാണോ വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഓവർഹെഡ്സ് ആ ഡിപ്പാർട്ട്മെന്റിൽ കൂടാം. സോ ആക്ച്വലി ഈ പറയുന്ന ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ആക്ടിവിറ്റിയിലൂടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആക്ടിവിറ്റീസിനെയാണ്. സോ ഞാൻ ഈ എക്സാമ്പിളിൽ നോക്കിയപ്പോ ഇൻസ്പെക്ഷന്റെ എന്താണ് ഓവർഹെഡ് എമൗണ്ട് ആണ് വന്നിട്ടുള്ളത് 10,000. നോക്കുന്ന സമയത്ത് 20 ടൈംസ് 20 പ്രാവശ്യം എയിലും ദെൻ ബിയിൽ വരുന്ന സമയത്ത് 8 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ശരിക്കപ്പ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 10,000-ന്റെ ഭൂരിഭാഗവും അതിന്റെ ആക്ച്വലി വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്, ഡിപ്പാർട്ട്മെന്റ് എയിലാണ്. ബിയില് ആ കൂടി 8 ടൈംസേ നമ്മൾ പോയിട്ടുള്ളൂ. ബട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോർഷൻമെന്റ് കൂടുതൽ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, നോക്കുന്ന സമയത്ത് ബിയിലോട്ടായിരിക്കും. പക്ഷെ റിയാലിറ്റി അതല്ല. ദാറ്റ് മീൻസ് ദി ലിമിറ്റേഷൻസ് ഓഫ് എന്താണ് ട്രഡീഷണൽ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് റിയാലിറ്റി നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമ്പർ ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിലാണ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദി ആക്ച്വൽ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിന്റെ ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്തിട്ട് ആക്ച്വൽ റിയാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ആക്ടിവിറ്റിയുടെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി. സോ ദിസ് ഇസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓവർഹെഡിനെ അപ്പോർഷൻ ചെയ്യേണ്ടത് എന്തിന്റെ ബേസിലാണ്, ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദി റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടികിട്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ട്രഡീഷണൽ അപ്രോച്ചിനെ ഓവർകം ചെയ്ത് ഈ പറയുന്ന ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് വരാനുള്ള കാരണം. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളിലോട്ടും പോവാം. ഓക്കെ, സോ അതിന്റെ മീനിങ്ങിലോട്ട് പോവാണെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി ബിലീഫ് ദാറ്റ് ആക്ടിവിറ്റീസ് ഗിവ്സ് rise to cost. Thereof a link should be made between activities and products by assigning cost of activities to product based on an individual product. എന്താണ് മീനിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്? ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബിലീഫ് ദാറ്റ് ആക്ടിവിറ്റീസ് ആണ് ഗിവ്സ് റൈസ് ടു കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്പെക്ഷൻ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം ഈ പറയുന്ന ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട്, എവിടെയാണ് കൂടുതൽ നടന്നിട്ടുള്ളത് അവിടെയാണ് കോസ്റ്റ് ഉണ്ടാവുക. അല്ലാണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ ബേസിലല്ല. gives rise to cost. So therefore a link should be made between activities, for example inspection ആണ് ഇവിടെ activity, and product by assigning കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോ ഇതിനാണ് ലിങ്ക് ചെയ്യേണ്ടത്, ആക്ടിവിറ്റീസിനെയും കോസ്റ്റിനാണ് ലിങ്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ബേസിലല്ല, based on individual product. So that's the simple concept of activity based costing. Okay, so നമുക്ക് നോക്കാം reasons for the development of ABC. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എന്താണ് കോസ്റ്റിംഗ് മോഡേൺ ടെക്നിക്ക് വരാനുള്ള കാരണം? നമ്പർ 1, ഗ്രോയിങ് ഓവർ ഹെഡ് കോസ്റ്റ്. ഇപ്പൊ പുതിയ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നു, മോസ്റ്റ് മോഡേൺ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓവർ ഹെഡ്സ് ഈ പറയുന്ന ഡിറക്ട് കോസ്റ്റിനേക്കാൾ കൂടുതൽ അവിടെ വരാണ്. സോ നാച്ചുറലി അവിടെ കറക്റ്റ് ആയിട്ട് അപ്പോർഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി എത്രയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ കോസ്റ്റ്. സോ ഗ്രോയിങ് ഓവർ ഹെഡ് കോസ്റ്റ് ആണ് നമ്പർ 1. നമ്പർ 2, ഇൻക്രീസ് മാർക്കറ്റ് കോമ്പറ്റീഷൻ. ഒരു പ്രോഡക്റ്റുമേ ആക്ച്വലി എത്ര എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് കോസ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ
ആക്യുറസി അവിടെ കൂടണം. നേരത്തെ ഈ പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ട്രഡീഷണൽ ആണെങ്കിൽ അവിടെ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല. ആക്യുറേറ്റ് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു പ്രോഡക്റ്റിന് എത്ര വാല്യൂ വെക്കണം, എത്ര എമൗണ്ടിനെ സെയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ കോമ്പറ്റീഷൻ കൂടുമ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കിട്ടണമെങ്കിൽ വി വാണ്ട് ടു ഐഡന്റിഫൈ കറക്റ്റ്ലി ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. സോ ദാറ്റ് ഈസ് നമ്പർ 2, കോമ്പറ്റീഷൻ അത് കൂടിയപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ. നമ്പർ 3, പ്രോഡക്റ്റ് ഡിവേഴ്സിറ്റി. എന്താണ് ഇപ്പോ ഈ പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്കോ അല്ല, മൾട്ടി ബ്രാൻഡഡ്. ഇപ്പൊ ഡിവേഴ്സിറ്റി അല്ലെ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതല്ലത്. ഒന്നിലധികം വരണ സമയത്ത് എവിടെയാണ് അല്ലെ ഒരു 10 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രോഡക്റ്റ് ഡിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ജ്വല്ലറി മാത്രമാണ് ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഡിവേഴ്സിഫൈ ചെയ്തിട്ട് ഇപ്പൊ എന്താണ് ബുക്സ് പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ബിസിനസ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ബിസിനസ്സിലോട്ട് പോകുമ്പോഴാണ് പ്രോഡക്റ്റ് ഡിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ ഓവർഹെഡ് വരുന്ന സമയത്ത് ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രോജക്റ്റിനും എത്രത്തോളം ഓവർഹെഡ് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ അറിയണം. സോ ഡിവേഴ്സിറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരാം. അപ്പൊ മൾട്ടി പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യുന്ന സ്ഥാപനങ്ങള് അല്ലെങ്കിൽ ബിഗ് ഓർഗനൈസേഷൻസിനൊക്കെ ഈ പറയുന്ന ABC. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഓവർഹെഡ് കോസ്റ്റ് കൂടുന്നു, കോമ്പറ്റീഷൻ കൂടുന്നു, ദെൻ പ്രോഡക്റ്റ് ഡിവേഴ്സിറ്റി അവിടെ കൂടുന്നു. അപ്പൊ ആക്ച്വലി ഓരോ പ്രോഡക്റ്റും എത്രയാണ് ഓവർഹെഡ് കോസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് അറിയണം. സോ ദീസ് ആർ ദി റീസൺസ് ഫോർ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആക്ച്വലി ആക്ടിവിറ്റി ആണ് കോസ്റ്റിനെ ജനറേറ്റ് ചെയ്യുന്നത്, അവിടെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. Then next is suitability. ഞാൻ പറഞ്ഞു wide range of products or services ഒരു സ്ഥാപനം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കാണ്. ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ആൾക്കാർക്ക് നോ പ്രോബ്ലം, എല്ലാ ഓവർഹെഡും ആ പ്രോഡക്റ്റ് വേണം വരാം. അവിടെ മൾട്ടി ബ്രാൻഡഡ് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് സർവീസസ് ഓഫർ ചെയ്യുമ്പോഴാണ് അവിടെയാണ് നമുക്ക് ABCയുടെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്രഡീഷണൽ മാത്രം ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് നേരത്തെ പറഞ്ഞാണ് സ്റ്റിഫ് കോമ്പറ്റീഷൻ. ഇപ്പൊ അത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. സോ ചെറിയൊരു എലമെന്റ് ഓഫ് ഓവർഹെഡിന്റെ ചേഞ്ച് പോലും നമുക്ക് കോമ്പറ്റീഷൻ ഫേസ് താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണെങ്കിൽ അക്യുറസി അവിടെ കോസ്റ്റിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ കോമ്പറ്റീഷൻ ഓവർകം ചെയ്തിട്ട് മാർക്കറ്റിലെ നമ്പർ 1 ആവാൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെയുള്ള എന്താണ് ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ FMCG ഫാസ്റ്റ് മൂവിങ് എന്താണ് കൺസ്യൂമർ ഗുഡ്സിലൊക്കെ എന്താണ് തിക് കോമ്പറ്റീഷൻ ആണ്. അവിടെയൊക്കെ ഈ പറയണത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ABC ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കൂ. സോ ഇതാണ് മെയിൻ ആയിട്ട് സ്യൂട്ടബിലിറ്റിയുടെ കേസിൽ പറയുന്നത്. വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഓഫർ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നവർക്ക്. ഓക്കെ, ഇതിന്റെ ബേസിൽ നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. നമ്പർ 1 ആക്യുറേറ്റ് കോസ്റ്റിംഗ് ആണ് അല്ലെ. മറ്റേവിടുത്തെ ട്രഡീഷണൽ ആണെങ്കിൽ ആക്യുറസി ഇല്ല, നമ്മൾ തന്നെ കണ്ടു. ശരിക്കും എത്രയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മള് ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്തപ്പോഴാണ് അല്ലെ. ഇപ്പൊ ഇൻസ്പെക്ഷന്റെ കേസ് പറഞ്ഞു. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു, സെറ്റപ്പ് അല്ലെ, സെറ്റപ്പ് ടൈം അല്ലെങ്കിൽ എത്രത്തോളം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെഷീൻ ആവട്ടെ ഡിപ്പാർട്ട്മെന്റ് എയിലും ബിയിലും നോക്കണ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് എയില് ഒരു 40 പ്രാവശ്യം നമ്മൾ എന്താണ് സെറ്റപ്പിന് വേണ്ടിയിട്ട് പോയി വരണ്ടായി. സെറ്റപ്പ് ടൈമിന് വേണ്ടിയിട്ട് ഒരു 40 ടൈം അല്ലെങ്കിൽ 40 പ്രാവശ്യം. നേരെ മറിച്ച് ബിയിൽ നോക്കണ സമയത്ത് ആ കൂടിയിട്ട് നമ്മള് 20 അല്ല സെറ്റപ്പ് ടൈം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് 20 മാത്രമാണ്. അപ്പോൾ അവിടെ ശരിക്കും ഐഡന്റിഫൈ ചെയ്താൽ ഈ ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി എവിടെയാണ് കോസ്റ്റ് കൂടുതൽ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ വി വാണ്ട് ടു ഐഡന്റിഫൈ ദി ആക്ടിവിറ്റീസ്. അതിലെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞ ഇൻസ്പെക്ഷൻ, ഈ സെറ്റപ്പ് ആവാം, ഇങ്ങനെ പല എന്തുണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിന്റെ ബേസിലാണ് കോസ്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണ്ടേ. സോ ദാറ്റ് ഈസ് അതിലൂടെ നമുക്ക് എന്താണ് ആക്യുറേറ്റ് കോസ്റ്റിംഗ് അല്ലെ അവിടെ നടക്കുന്നത്. നമ്പർ 2 ലോജിക്കൽ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്. ശരിക്കുള്ള ലോജിക്കൽ നോക്കുന്ന സമയത്ത് ആക്ടിവിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ട് കോസ്റ്റ് അല്ല നോക്കിയാൽ മാത്രമല്ല നമുക്ക് അവിടെ അതല്ല ലോജിക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസിലാണോ? അല്ല. സോ ലോജിക്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിലാണ്. നമ്പർ 3 ബെറ്റർ പ്രൈസിങ്. അതിലൂടെ നമുക്ക്
ആക്ച്വൽ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിലൂടെ കറക്റ്റ് പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും, സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദാറ്റ്സ് അബൌട്ട് നമ്പർ 3. നമ്പർ 4, ഐഡന്റിഫിക്കേഷൻ ഓഫ് നോൺ വാല്യൂഡ് ആക്ടിവിറ്റീസ്. എന്താണ്, നമ്മൾ ആക്ച്വലി ഒരു പ്രോഡക്റ്റിന് എന്താണ് പ്രൈസ് വെക്കുന്ന സമയത്ത് വാല്യൂഡ് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് നോക്കണ്ടേ. ഈ ഒരു പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി വിൽക്കണ സമയത്ത് ആക്ച്വലി വാല്യൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഐഡന്റിഫൈ മനസ്സിലാക്കണ്ടേ. അതിന്റെ കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ പ്രൈസ് ഫിക്സേഷൻ വേണ്ടി കൺസിഡർ ചെയ്യണ്ടേ. നോൺ വാല്യൂഡ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റ് പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഏതാണ് നമുക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യാണ്ട് അല്ലെ. ഇപ്പൊ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിൽ അതിന്റെ ഭാഗമായിട്ട് എന്താണ് വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സന്തോഷത്തിന്റെ പേരിൽ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ റിഫ്രഷ്മെന്റിനോ മറ്റു കാര്യങ്ങൾക്കോ സാധാരണ ചെയ്യാത്തൊരു കാര്യം. ദെൻ അത് നമ്മുടെ ആക്ച്വലി എൻഡ് പ്രൊഡക്റ്റിലെ എഫക്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റിനെ വാല്യൂ ജനറേറ്റ് ചെയ്യാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. വാല്യൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ് ആണ് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദി മെയിൻ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ കൺസെപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ലോജിക്കൽ ആയിട്ട് ശരിക്ക് ഓവർ ഹെഡിനെ അപ്പോർഷൻ ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിലാണ്. നേരെ മറിച്ച് ട്രഡീഷണൽ കോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താ, ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റും വളരെ ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്യാം. ഓൺ ദി അതർ ഹാൻഡ് മൾട്ടി റേഞ്ച്, മൾട്ടി ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒന്നിലധികം ബ്രാൻഡുകൾ പ്രോഡക്റ്റ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഫോളോ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.